വെൽക്കം ടു മൈ ചാനൽ ഈസി ബയോളജി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന സെൽ ഓർഗനലിനെ പറ്റിയാണ്. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ളൊരു സെൽ ഓർഗനലാണ്. അതിന് ക്ലോസ്ഡും ഫ്ലാറ്റൻഡും ആയിട്ടുള്ള മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. അതിന് രണ്ട് കമ്പാർട്ട്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, സിസ്റ്ററിനെയും ഷീറ്റ്സും. സിസ്റ്ററിനെ എന്ന് പറഞ്ഞാൽ ട്യൂബുലർ ആയിട്ടുള്ള 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അത് 50 നാനോമീറ്റർ ഡയമീറ്റർ ആയിരിക്കും മാമൽസിൽ, 30 നാനോമീറ്റർ ഡയമീറ്റർ ആയിരിക്കും ഈസ്റ്റിൽ. പിന്നെ രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഷീറ്റ്സ് ആണ്. മെംബ്രെയിൻ എൻക്ലോസ്ഡ് അല്ലെങ്കിൽ 2 ഡയമെൻഷൻ ഫ്ലാറ്റൻഡ് സാക്സ് ആണ്. സൈറ്റോപ്ലാസത്തിൽ മുഴുവൻ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്നു. അത് റൈബോസോമത്തിലോട്ടും ട്രാൻസ്ലക്കോൺസിലോട്ടും സ്പെഷ്യൽ പ്രോട്ടീൻസിലോട്ടും അസോസിയേറ്റഡ് ആണ്. ട്രാൻസ്ലക്കോൺസ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ആ പ്രോട്ടീൻ ട്രാൻസ്ലേഷനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ 2 കമ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ പഠിച്ചു. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം 2 ടൈപ്സ് ഉണ്ട്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ RER റൈബോസോംസിനോട് അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ അത് പ്രോട്ടീൻ സിന്തസിസിനും പാക്കേജിങ്ങിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ പറയുന്നത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം SER, അത് ലിപ്പിഡ് സിന്തസിസിനും പാക്കേജിനും സഹായിക്കുന്നു. അത് റൈബോസോംസ് അറ്റാച്ച്ഡ് അല്ല. പിന്നെ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഒരു വേരിയൻ്റ് ഉണ്ട്, SR സാക്രോപ്ലാസ്മിക് റെറ്റിക്കുലം. അത് മസിൽസിലും സ്കെൽറ്റൽ സിസ്റ്റത്തിലൊക്കെയാണ് ഈ സാക്രോപ്ലാസ്മിക് റെറ്റിക്കുലം കാണപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ ഫങ്ഷൻസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസിനെ വേറൊരു ഓർഗനിലോട്ടൊക്കെ കാർബോഹൈഡ്രേറ്റ്സിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. സെല്ലുലർ റിയാക്ഷൻസിന് സഹായിക്കുന്നു. അതിന് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് ഏരിയ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനുണ്ട്. അതുകൊണ്ട് സെല്ലുലർ റിയാക്ഷൻസിന് സഹായിക്കുന്നു. ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയസിൻ്റെ മെംബ്രെയിൻ ഉണ്ട്, ആ ന്യൂക്ലിയർ മെംബ്രെയിൻ അതിൻ്റെ ഫോർമേഷൻ സഹായിക്കുന്നുണ്ട്. സ്കെൽറ്റൽ സ്ട്രക്ചറിൻ്റെ ഫോർമേഷൻ സഹായിക്കുന്നുണ്ട്. പിന്നെ പ്രോട്ടീൻ സിന്തസിസും ലിപ്പിഡ് സിന്തസിസും. ഇപ്പം നമ്മൾ സ്ട്രക്ചർ പഠിച്ചു, 2 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, സിസ്റ്ററിനെയും ഷീറ്റ്സും. ടൈപ്സ് പഠിച്ചു, RER SER. പിന്നെ അതിൻ്റെ ഫങ്ഷൻസ് നോക്കി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.